ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെ ആർക്കെങ്കിലും മിസ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ 3 ടിപ്സ് ഉണ്ട്. ഈ 3 ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോളിംഗ് അല്ലെങ്കിൽ മെസ്സേജ് ആണ്. ഇത് രണ്ടും നന്നായിട്ട് അങ്ങോട്ട് കുറയ്ക്കുക. ഡെയിലി നിങ്ങൾ 2-3 മണിക്കൂറൊക്കെ ഒരാളോട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു കോളിങ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യും. ഒരു കാരണവുമില്ലാതെ ഈ ഒരു കോളിങ്ങും അല്ലെങ്കിൽ മെസ്സേജൊക്കെ ഇങ്ങനെ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിച്ചേക്കും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കോളിങ് അല്ലെങ്കിൽ മെസ്സേജ്, ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തിരക്കിലായിരിക്കും അല്ലേ. പഴയ പോലെ നിങ്ങൾക്ക് അതുപോലെ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നും സമയം കിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുമായിട്ട് ഓപ്പണായിട്ട് അങ്ങോട്ട് സംസാരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം ഇങ്ങനെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ തിരക്കിലോ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും. നിങ്ങൾ പോസിറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ വേണം അവരോട് എപ്പോഴും പറയാൻ വേണ്ടിയിട്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ ആ ഒരു ടൈമിൽ ഇല്ലാതാകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് നിങ്ങളെ ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളായിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ലവ് അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ സന്തോഷത്തിൽ സങ്കടത്തിൽ ഒക്കെ നിങ്ങൾ കൂടെ നിന്ന ഒരാളാണ്. എന്നാൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇല്ലാതായി എന്നറിഞ്ഞാലോ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് നിങ്ങളെ ആർക്കെങ്കിലും മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.